കേരള ഗവർണർ ഇതിന് മുഖ്യ വാദ്യ കലാകാരന് ഒരു കൊമ്പ് കൈമാറുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കലാപീഠം വാമനപുരം സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഈ ഒരു കൊമ്പ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒപ്പം മറുഭാഗത്ത് ഇതാ ഫ്ലാഗ് ഓഫ് ചെയ്താൽ അടുത്തതായി ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുവാനുള്ള സമയമാണ്. ഈ ഫ്ലാഗ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ഇപ്പോൾ കൈമാറുന്നു. ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഗവർണർ. ശരി, ടി വി പ്രസാദ്, അങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഗവർണർ. മാനവീയം വീഥിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ നീളുന്ന ഘോഷയാത്ര അത് തലസ്ഥാനത്തിന്റെ കരളും കവരുമെന്നുറപ്പാണല്ലേ? ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ഉറപ്പായും വിനീത, അല്പസമയം മുമ്പാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ആദ്യമായി പോലീസിന്റെ അശ്വാരയുടെ സേനയാണ് മുമ്പോട്ട് പോകുന്നത്. 51 പേരടങ്ങിയ ശംഖൊലി ആദ്യം മുഴങ്ങി, പിന്നീട് ഗവർണർക്ക് കൊമ്പ് കൈമാറി. ആ കൊമ്പ് അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് ഫ്ലാഗ് ഓഫ് ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രി അതുപോലെ ഗവർണർ രണ്ടുപേരുടെയും പത്നിമാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഫ്ലാഗ് ഓഫ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഘോഷയാത്രയുടെ തുടക്കം മാനവീയം വീഥിയിൽ നിന്ന് ഔദ്യോഗികമായി തുടങ്ങുകയാണ്. ആദ്യം പോലീസിന്റെ അശ്വാരൂഢ സേന മുന്നോട്ട് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ഫ്ലോട്ടുകൾ ഒന്നൊന്നായി മുന്നോട്ട് വരും. നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികൾ എല്ലാം ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കുചേരും എന്നുള്ളതാണ് ഈ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ആയിരക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് രാവിലെ മുതൽ ഒഴുകിയെത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി രാവിലെ മുതൽ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം. അതുകൊണ്ട് തന്നെ ഉച്ച മുതൽ തന്നെ ഈ റോഡിൻ്റെ 2 ഭാഗങ്ങളും നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഗവർണർ, മറ്റ് മന്ത്രിമാരെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം ഇനിയിപ്പോൾ ഘോഷയാത്രയുടെ ബാക്കി ഭാഗം മാനവീയം വീഥിയിൽ നിന്ന് പുറപ്പെടും. ആ രീതിയിലാണ് ക്രമീകരണം ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശവും 100 കണക്കിന് ആളുകളാണ് ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ആ റോഡിന് ഇരുവശവുമായി നിറഞ്ഞു നിൽക്കുന്നത്. രാജ്ഭവന്റെ അപ്പുറം മുതൽ, അതായത് കവടിയാറിനും അപ്പുറം മുതൽ നിശ്ചല ദൃശ്യങ്ങൾ അണിനിരന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ആ ഘോഷയാത്ര മുന്നോട്ടേക്ക് വരുന്നത്. ഇവിടെ മ്യൂസിയം, കനകക്കുന്ന്, അതുപോലെ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ എല്ലാ മേഖലകളിലും റോഡിൻ്റെ ഇരുവശവും കിഴക്കേക്കോട്ട വരെ ജനനിബിഡമായി കഴിഞ്ഞു. 100 കണക്കിന് ആളുകൾ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഘോഷയാത്രയുടെ ആദ്യ ഭാഗം അശ്വാരൂഢ സേന ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു. ഇവിടുന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ആദ്യ ഭാഗം മാനവീയം വീഥിയിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും ഫ്ലോട്ടുകൾ ഉള്ളത്. ഓരോ ഫ്ലോട്ടുകളും ഒന്നിനു പിറകെ ഒന്നായി ക്രമീകരിച്ച് നിർത്തി ഫ്ലാഗ് ഓഫിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാ കലാകാരന്മാരും, എല്ലാ വകുപ്പുകളും, അതിൻ്റെ ഫ്ലോട്ടുകളുമെല്ലാം. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മാനവീയം വീഥിയിൽ നിന്ന് ഇത് തുടങ്ങി പതിയെ മുന്നോട്ട് പോകും. മണിക്കൂറുകളെടുക്കും അങ്ങ് കനകക്കുന്നിലെത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള
ബാൻഡ് മേളമാണ് തൊട്ട് പിറകിലായി വരുന്നത്. അതിൻ്റെ മുന്നിൽ ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ, ഭക്ഷ്യമന്ത്രി GR അനിൽ അടക്കമുള്ളവർ ബാനറിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ട്. പോലീസിൻ്റെ ബാൻഡ് മേളമാണ് തൊട്ട് പിറകിലുള്ളത്. അതിന് പിറകിൽ ഓരോന്നായി സ്പോർട്സ് ആൻഡ് ഗൗഡ്സിൻ്റെ, അതുപോലെ NCCയുടെ ഓരോ വകുപ്പുകളുടെയും ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും വിവിധ കലാപരിപാടികളുമായി വർണ്ണശബളമായ കാഴ്ച എന്ന് തന്നെ നമുക്ക് ഈ ഘോഷയാത്ര വിശേഷിപ്പിക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമകൾ വിളിച്ചോരുന്ന എല്ലാ കലാരൂപങ്ങളും ഇതിൻ്റെ ഭാഗമായി അണിനിരക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നിരവധി നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് ഈ ഘോഷയാത്ര എന്നതാണ് വിനീത. ശരി.